Hi, hello, it's me Vijitha. Welcome back to my YouTube channel Vijitha's Vibrant Visions. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പഠിക്കാനൊരു മോട്ടിവേഷൻ ഇല്ല, മോട്ടിവേഷൻ വീഡിയോ ചെയ്യുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് കുട്ടികൾക്കും അതുപോലെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡോപ്പമീൻ ലോഡിംഗ് ടെക്നിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്കിനെ കുറിച്ചാണ്. ഡോപ്പമീൻ ലോഡിംഗ് ടെക്നിക്കിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 2 ദിവസം ഞാൻ ഇതിൻ്റെ പിന്നാലെ തന്നെ ഇരുന്നു. ഇതിന് വേണ്ടി കുറേ റിസർച്ച് ചെയ്ത് ഞാനും കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടും കുറേ ഗൂഗിളിലൊക്കെ നോക്കിയിട്ടും കുറേ അന്വേഷിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും പഠിക്കാനിപ്പോൾ തോന്നുന്നില്ല, മടി തോന്നാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പഠിക്കുക മാത്രമല്ല, നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, മടി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് റീസൺ നമ്മളുടെ ഈ പഠനം ജോലി എന്നുള്ളതല്ലാതെ അതിനെക്കാട്ടിലും നമുക്ക് പ്ലഷർ, നമുക്കൊരു ഡോപ്പമീൻ റഷ് തരുന്ന വേറൊരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മോസ്റ്റ് ഓഫ് ദ കേസ് അത് മൊബൈൽ, സോഷ്യൽ മീഡിയ യൂസ് ഒക്കെ തന്നെയാണ് എല്ലാവർക്കും. കാരണം നമ്മളുടെ ഡോപ്പമീൻ ലെവലിനെ സ്കൈ ലെവൽ ഹൈറ്റിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലാണ് നമ്മളുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ഡോപ്പമീൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിൽ 90% പേരുടെയും, ഞാൻ ഇല്ലാത്തവരുണ്ടാവും, പക്ഷെ നമ്മൾ 90% പേരുടെയും ജീവിതത്തിൽ നോർമലി നടക്കുന്നത് ഞാൻ ഇപ്പം ജസ്റ്റ് ഈ ഗ്രാഫിലൂടെ കാണിച്ചു തരാം. ഐ ഹോപ്പ് നിങ്ങൾക്കിത് ക്ലിയർലി കാണുന്നുണ്ട് എന്ന്. അതായത് ഇതാണ് ഡേ ടൈം, നമ്മൾ രാവിലെ ഉണരുന്ന സമയമാണ്, ഇത് രാത്രിയാവുന്നു. ഇത് അതായത് ടൈമാണ് ഗ്രാഫിൻ്റെ ഈ ആക്സിസിൽ കൊടുക്കുന്നത്. എക്സ് ആക്സിസിൽ വരുന്നത് ടൈമാണ്, ഇവിടെ വൈ ആക്സിസിൽ എത്തുമ്പോൾ ഇവിടെ നമ്മുടെ ഡോപ്പമീൻ ലെവൽ. അപ്പോൾ ഡോപ്പമീൻ എന്ന് പറയുമ്പം നമ്മളുടെ ഹാപ്പി ഹോർമോണാണ്, നമ്മുടെ ബ്രെയിനിൽ റിലീസ് ചെയ്യപ്പെടുന്ന ഹാപ്പി ഹോർമോണാണ് ഡോപ്പമീൻ എന്ന് പറയുന്നത്. നമ്മളുടെ സന്തോഷത്തെയും സങ്കടത്തെയും നമുക്കൊരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നതും ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നതും ഒക്കെ ഈ ഡോപ്പമീൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അപ്പം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ പൊതുവേ എല്ലാവരും ഇന്നത്തെ കാലത്ത്, നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നത്തെ കാലത്ത് എല്ലാവരും ആദ്യം ചെയ്യുക രാവിലെ എണ്ണീറ്റതും ഫോൺ നോക്കുക എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഫോൺ നോക്കുന്ന സമയത്ത്, അതായത് നാച്ചുറലി നമ്മൾ രാവിലെ എണീക്കുമ്പം നമ്മളുടെ ഡോപ്പമീൻ ലെവൽ വളരെ കുറവായിരിക്കും. എഴുന്നേറ്റതും നമ്മൾ ഫോൺ നോക്കുമ്പം പീക്ക് ഹൈ ലെവലിലേക്ക് പോവുകയാണ് നമ്മളുടെ ഡോപ്പമീൻ ലെവൽ. ഈ ഫോൺ നോക്കി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ബെഡിൽ നിന്ന് പോലും എഴുന്നേറ്റ് വേറൊരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യുന്നത്. ബെഡിൽ നിന്ന് പോലും എണീക്കാതെയാണ് എല്ലാവരും രാവിലെ തന്നെ അലാറം അടിച്ച് ആ ഫോൺ കൊടുത്ത് ഒരു സ്ക്രോൾ ചെയ്യാൻ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും പലരും തിരിച്ചറിയുന്നത് തന്നെ. അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ ഡോപ്പമീൻ റഷ് കൊടുക്കുന്ന, ഹൈ ലെവലിൽ ഡോപ്പമീനെ കൊണ്ടെത്തിക്കുന്ന ആക്ടിവിറ്റി ചെയ്ത ശേഷമാണ് നമ്മളുടെ ലൈഫിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ പഠിക്കുക, വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ജോലിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പം എന്താണ്, ഇവിടെ നമുക്ക് ഒട്ടും എഫേർട്ട് കൊടുക്കാതെ ഡോപ്പമീൻ ഇത്രയും ഹൈ ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ നമ്മൾക്ക് അതൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ലെവലിലേക്ക് ആവുകയാണ്. അപ്പോൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1/2 മണിക്കൂർ നമ്മൾ രാവിലെ എണീറ്റ് ഫോൺ നോക്കിയിട്ടാണ് പഠിക്കാൻ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡോപ്പമീൻ വളരെ കുറവാണ്. കാരണം പഠിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ഒട്ടും സിമ്പിളായിട്ടുള്ള പ്രോസസ്സ് അല്ല. ജോലി ചെയ്യുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും റിസൾട്ട് കിട്ടുള്ളൂ. അതിൽ നിന്ന് എന്തെങ്കിലും റിസൾട്ട് കിട്ടുമ്പോൾ തന്നെ ചെറിയ ലെവലിലുള്ള ഡോപ്പമീൻ ഹൈക്ക് അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡോപ്പമീൻ വളരെ കുറച്ച് തരുന്ന ആക്ടിവിറ്റിയാണ് ഇത് എന്നുള്ളത് കൊണ്ട് അവിടെ കുത്തനെ ഇടിയാണ് ഡോപ്പമീൻ്റെ ലെവല്. അപ്പോൾ നമ്മൾ എന്താണ്, ഇങ്ങനെ നമ്മൾ പഠിക്കാനിരിക്കും, ഒരു 10 മിനിറ്റ് ഒക്കെ വായിക്കും, ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ വായിക്കും. വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും തലയിൽ കയറില്ല. ഈ 1/2 മണിക്കൂർ വായിക്കുന്ന നേരത്തെ തന്നെ പല പല ചിന്തകളായിരിക്കും, ചിലപ്പോൾ റീൽസിൽ കണ്ട പാട്ടൊക്കെ ആയിരിക്കും തലയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ എന്ത് ചെയ്തു, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, അപ്പോൾ ശരി ഇനിയിപ്പോൾ നാളെ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ആ മൊബൈൽ ഫോൺ അങ്ങോട്ട് കൈക്ക് എടുത്തു. അപ്പോൾ എന്താ സംഭവിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും നമ്മളുടെ ഡോപ്പമീൻ ലെവൽ മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, അവിടെ നമ്മുടെ പഠിക്കൽ നടന്നോ? ഇല്ല. ആദ്യം എഴുന്നേറ്റത് നമ്മൾ പഠിച്ചില്ല, ഫോൺ നോക്കി, പിന്നെ പഠിക്കാൻ ശ്രമിച്ച സമയത്ത് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞതുമില്ല, പിന്നെയും ഹൈ ലെവലിൽ ഡോപ്പമീൻ പോയി. നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ റീൽസ് സ്ക്രോൾ ചെയ്യുക, യൂട്യൂബ് നോക്കി, നെറ്റ്ഫ്ലിക്സോ സ്പോട്ടിഫൈയിൽ പാട്ട് കേൾക്കുക, എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം ഹൈ ലെവലിൽ ഡോപ്പമീൻ തരുന്ന ആക്ടിവിറ്റീസാണ്. അപ്പം പിന്നീടും നമ്മൾ അതിലേക്ക് തന്നെ പോവുകയാണ് നമ്മളുടെ ആ ഒരു ഡോപ്പമീൻ റഷ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നീടും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിക്ക് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് അത്രയും ഹൈ ലെവൽ ഡോപ്പമീൻ കിട്ടുന്നേ ഇല്ല.
അപ്പോൾ പിന്നീടും നമ്മൾ ഫോൺ നോക്കും. പിന്നീടും ഫോൺ നോക്കുന്ന സമയത്ത് എന്തായി, പിന്നീടും ഡോപ്പമൈൻ ഇത്രയ്ക്കും കൂടുന്ന ലെവലിലേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നീട് നമ്മളിങ്ങനെ വേറെ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും പിന്നെയും ഇങ്ങനെ നമ്മൾക്ക് ഡോപ്പമൈൻ ഹൈക്ക് വരുന്നത് എപ്പോഴാണ്, നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്തും അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോൺ നോക്കുന്ന സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഡോപ്പമൈൻ ഹൈക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നമ്മളിങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, രാത്രി ആകുമ്പോഴേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ പിന്നെയും ഫോൺ നോക്കുകയാണ്. അപ്പോൾ അതാ പിന്നെയും ഹൈ ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ പൊന്തി താന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സ്ഥിരത ഇല്ലാതെ കൂടി കുറഞ്ഞു. ഈ ഒരു ഈവൺ അല്ലാത്ത അൺഈവൻ ആയിട്ടുള്ള ഡോപ്പമൈൻ്റെ ലെവൽ കാരണം നമുക്ക് എവിടേക്കും ഫോക്കസ് കറക്റ്റായിട്ട് നിൽക്കുന്നില്ല. പോരാത്തതിന് ഈ നമ്മൾ റീൽസും വീഡിയോസും ഒക്കെ കാണുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് ലോങ് വീഡിയോസ് പോലും അത്രയ്ക്ക് കാണാനൊന്നും ആളുകൾക്ക് ക്ഷമയില്ല. എല്ലാവരും യൂട്യൂബ് ഷോർട്സിലും ഇൻസ്റ്റഗ്രാം റീൽസിലും തങ്ങി നിന്ന് ഒരു 30 സെക്കൻഡ് പോലും അറ്റൻഷൻ സ്പാൻ ഇല്ലാത്ത ലെവലിലേക്കാണ് ഇന്നത്തെ യുവതലമുറ എന്ന് മാത്രം പറയാൻ പറ്റില്ല, എല്ലാവരും സഞ്ചരിച്ച് പോകുന്നത് ആ ഒരു സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു ലൂപ്പിൽ പെട്ടിട്ട്. അപ്പോൾ ഇതാണ് ആവറേജ് ആയിട്ടുള്ള 90% പേരുടെയും ബ്രെയിനിൽ നടക്കുന്ന ഡോപ്പമൈൻ്റെ ഒരു പോക്ക്. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് നമുക്ക് പഠനത്തിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നാത്തത്. കാരണം പഠനത്തെക്കാൾ ഈസി ആയിട്ട് നമുക്ക് ഡോപ്പമൈൻ ഹൈക്ക് തരുന്ന ആക്ടിവിറ്റീസ് വേറെ ഉണ്ട്. അപ്പം നമുക്ക് പഠനത്തിൽ സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് തോന്നില്ല, നമ്മളെ കൊണ്ട് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമുക്ക് സ്റ്റഡീസിലൊക്കെ ഫോക്കസ് കൊടുക്കണം. ആ ഒരു ഡോപ്പമൈൻ ലെവൽ ഒരു ഇവനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എഴുന്നേറ്റ് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ സ്ക്രീൻ ടൈം ഒഴിവാക്കുക. എഴുന്നേറ്റിട്ടുള്ള ഒരു 2 മണിക്കൂർ, ആ ഒരു 2 മണിക്കൂറിന് ശേഷം പിന്നീട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കേട്ടിട്ട് നിങ്ങൾക്ക് ഉചിതമായി തോന്നുന്നത് പോലെ ചെയ്യൂ. അറ്റ്ലീസ്റ്റ് എഴുന്നേറ്റിട്ടുള്ള 2 മണിക്കൂറെങ്കിലും നമ്മൾ സ്ക്രീൻ ടൈം നിർബന്ധമായിട്ടും ഒഴിവാക്കിയിരിക്കണം. അതായത് ഈ പറഞ്ഞതുപോലെ എഴുന്നേറ്റപ്പോൾ തന്നെ മൊബൈലൊന്നും നോക്കാത്ത ഒരു വ്യക്തിയുടെ ഡോപ്പമൈൻ ലെവൽ നാച്ചുറലി രാവിലെ വളരെ ലോ ആയിരിക്കും. അതായത് ഡോപ്പമൈൻ ലെവൽ ലോ ആയിരിക്കുമ്പം നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് ആ കാര്യം നമുക്ക് എൻജോയബിൾ ആയിരിക്കും, ആസ്വദിച്ച് ചെയ്യാൻ കഴിയും. നമ്മളുടെ ഡോപ്പമൈൻ ലെവൽ നേരത്തെ കാണിച്ചതുപോലെ ഫോണൊക്കെ നോക്കിയിട്ട് ഹൈ ആയിരിക്കുമ്പോഴാണ് പിന്നീട് പഠിക്കുമ്പോൾ നമ്മൾ പഠനം എൻജോയ് ചെയ്യാൻ പറ്റാത്തത് നമുക്ക്. അപ്പം ഇതുപോലെ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ എല്ലാവരുടെയും ഡോപ്പമൈൻ ലെവൽ നാച്ചുറലി ലോ ആയിരിക്കും. അപ്പോൾ നമ്മൾ പഠിക്കുമ്പം നമുക്ക് അധികം ഡോപ്പമൈൻ ഹൈക്കൊന്നും കിട്ടുന്നില്ല. പക്ഷേ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് തുടങ്ങുമ്പം കുറച്ചായിട്ട് നമുക്ക് ഡോപ്പമൈൻ ലെവൽ കുറച്ച് കൂടും. പിന്നീട് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫോണൊക്കെ നോക്കാം. അത്യാവശ്യം ഫോണൊക്കെ നോക്കിയെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈമൊന്നും നോക്കാതെ ഫോണൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മുടെ ഡോപ്പമൈൻ ലെവൽ നമുക്ക് ഏറ്റവും കൂടുതൽ എഫേർട്ട്ലെസ് ആയിട്ട് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുമ്പം കൂടും. അത് നമ്മളിപ്പം ഫോൺ നോക്കലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, അങ്ങനെയാണ് അവിടെ കൂടുന്നത് സംഭവിക്കുന്നത്. ആക്ച്വലി നമുക്ക് ഈ ഡോപ്പമൈൻ ലോഡിങ് ടെക്നിക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനും സോഷ്യൽ മീഡിയയിൽ തന്നെ യൂട്യൂബിൽ തന്നെ കുറേ പേരുടെ വീഡിയോസ് റെഫർ ചെയ്തിട്ടാണ്, അല്ലാതെ ഞാൻ കണ്ടുപിടിച്ചൊരു സാധനമൊന്നും അല്ലാതെ ഇത് സയൻറ്റിഫിക്കലി കുറേ റിസർച്ചിലൂടെ വന്നിട്ടുള്ളൊരു ടെക്നിക്കാണ് ഡോപ്പമൈൻ ലോഡിങ്. ഈ പറയുന്നതിൽ തന്നെ നമുക്ക് പതുക്കെ ഡോപ്പമൈൻ ലോഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. അതായത് രാവിലെ സമയത്ത് നമ്മൾ ഇപ്പം എഴുന്നേൽക്കുന്നു, കുറച്ച് സമയം പഠിക്കുന്നു, പിന്നീട് നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിലേക്ക് പോകുമ്പം എന്താണ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കുറച്ച് സംസാരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി സ്ഥലത്ത് എത്തുന്ന സമയത്ത് അവിടെയും പരസ്പരം സോഷ്യലി മറ്റുള്ളവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഡോപ്പമൈൻ ലെവൽ കുറച്ച് കൂടും. പിന്നീട് നമ്മൾ വർക്കിലോട്ട് അല്ലെങ്കിൽ സ്റ്റഡീസിലോട്ട് വരികയാണ്. അപ്പോഴും പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ വലിയൊരു വ്യത്യാസം വരുന്നില്ല. ഒരു പാകതയോടൊക്കെയാണ് പോകുന്നത്. ആ വലിയൊരു ഡിഫറൻസ് ഇവിടെ വരുന്നില്ല. പിന്നീട് ഈവനിങ് ഒക്കെ ആവുന്ന സമയം എത്തുമ്പോഴേക്ക് നമ്മളുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീടെത്തുന്നു. ആ വീടെത്തി കഴിഞ്ഞിട്ടുള്ള സമയത്ത് അതായത് ഒരു ഡേയുടെ മോസ്റ്റ് ഓഫ് ടൈം, അതായത് ഡേയുടെ ഫസ്റ്റ് ടൈം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻജോയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഡേയുടെ ലാസ്റ്റ് ടൈം മാറ്റി വെക്കാം.
അതായത് നമുക്ക് പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞ് സ്കൂളിൽ വിട്ട് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹോംവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് പഠിക്കാനുള്ളതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു സമയം ഫോൺ നോക്കാനോ മറ്റ് ഗെയിമിനോ നമുക്ക് സിനിമ കാണാനോ അങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മാറ്റി വയ്ക്കാം. ആ സമയത്ത് നൈറ്റ് ആകുമ്പോഴേക്ക് നമ്മൾക്ക് എൻജോയബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ എഫേർട്ട്ലെസ് ആയിട്ട് എൻജോയബിൾ ആയിട്ടുള്ള കാര്യം ചെയ്യുമ്പം നമ്മളുടെ ഡോപ്പമൈൻ ലെവൽ ഭയങ്കര കൂടുകയാണ്. അങ്ങനെ ഡേയുടെ അവസാനം ആകുമ്പോഴേക്കും നമ്മൾ ഈ എൻജോയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുമ്പം ഡോപ്പമൈൻ ലെവൽ ഭയങ്കര കൂടുകയാണ്. അങ്ങനെ അവിടെ നമ്മളുടെ ഡേ എൻഡ് ചെയ്യണം. പിന്നീട് നമ്മൾ ഉറങ്ങുമ്പോഴേക്ക് പിന്നെ ഡോപ്പമൈൻ ലെവലൊക്കെ കറക്റ്റ് നല്ല ഇവണായിട്ട് പിന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ വീണ്ടും ഇതുപോലെ ഡോപ്പമൈൻ ലെവൽ ഭയങ്കര കുറവ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോപ്പമൈൻ ലോഡിങ് ടെക്നിക്ക് യൂസ് ചെയ്യാണ്. അതായത് ഡേയുടെ ഫസ്റ്റ് ടൈമിൽ ഈ ഒരു പീരീഡിൽ ഡേ തുടങ്ങുന്ന സമയത്ത് ഡേയുടെ മാക്സിമം ഈവനിങ് വരെയുള്ള ടൈമിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത ശേഷം മാത്രം നമ്മൾ എഫേർട്ട്ലെസ് ആയിട്ട് പ്ലഷർ തരുന്ന കാര്യങ്ങൾ ചെയ്യാൻ മാറ്റി വെക്കുകയാണ്. മെയിനായിട്ട് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ തന്നെയാണ് പറയാനുള്ളത്. സോഷ്യൽ മീഡിയ യൂസിങ്ങിനുള്ള ടൈം മാറ്റി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നമുക്ക് എൻജോയബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതർവൈസ് നമ്മൾ നേരത്തെ കാണിച്ച ഗ്രാഫാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൊബൈൽ നോക്കുന്നത് അല്ലാത്ത ഒന്നും എൻജോയ് ചെയ്യാൻ കഴിയില്ല. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ കുറച്ചെങ്കിലും ഒരു 1 വീക്കെങ്കിലും രാവിലത്തെ ഒരു 2 ഹവറെങ്കിലും ഫോൺ എടുക്കാതെ നിങ്ങൾ ഒന്ന് ഈ ഒരു ഡോപ്പമൈൻ ലോഡിങ് ടെക്നിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായിട്ട് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തിൻ്റെ പുറകെ ആയിരുന്നു എന്നുള്ളത്. ഞാനൊരു 3-4 ദിവസത്തോളം ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വർക്കിംഗ് എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ കഴിഞ്ഞൊരു വീക്കോളമായിട്ട് 4-5 ദിവസത്തോളമായിട്ട് ഈ പറയുന്നത് പോലെ ഒരു എഴുന്നേറ്റ് ഒരു 2-3 മണിക്കൂറോളം ഞാൻ ഫോണ് തൊടുന്നേ ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ മുന്നത്തെ സമയത്തൊക്കെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം എൻ്റെ യൂട്യൂബ് എടുത്തിട്ട് അനലിറ്റിക്സ് അങ്ങനെ ഒക്കെ നോക്കുമായിരുന്നു. സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂടി ഉണ്ടോ, അനലിറ്റിക്സിൽ വാച്ചിങ് ഹവേഴ്സ് കൂടി ഉണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു ഞാൻ മുന്നേ ഒക്കെ. എങ്കിലും എല്ലാ സമയത്തൊന്നും എൻ്റെ ഫോൺ എടുക്കാൻ അമ്മ സമ്മതിക്കാറില്ല. അതുകൊണ്ട് എനിക്കൊരു കൺട്രോളിൽ അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഈ കഴിഞ്ഞൊരു വീക്കായിട്ട് ഞാൻ സ്വമേധയാ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ടെക്നിക്ക് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെയ്ത് നോക്കിയപ്പം അതായത് ആ ഒരു ഫോണൊന്നും നോക്കാതെ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ സത്യമായിട്ടും അനുഭവത്തിൽ നിന്ന് പറയാണ് ഭയങ്കരം പഠിക്കുമ്പോൾ ഒരു മടുപ്പൊന്നും തോന്നില്ല. നമുക്ക് അങ്ങനെ പഠിക്കാൻ നേരെ മറിച്ച് നമ്മൾ കുറച്ച് നേരം ഫോൺ നോക്കിയിട്ടാണ് വന്ന് പഠിക്കാനിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ പഠിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് നല്ലോണം ഉണ്ടാവില്ല. എന്നാൽ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം 2 ചാപ്റ്ററെങ്കിൽ 2 ചാപ്റ്റർ എൻ്റെ പഠിച്ച് കഴിഞ്ഞു എന്നുള്ളൊരു ആത്മസംതൃപ്തിയോട് കൂടിയാണ് നമ്മൾ ഫോൺ നോക്കാനിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ പഠിപ്പും അവിടെ നടന്നു, ഫോൺ നോക്കലും അവിടെ നടന്നു, നമുക്ക് എൻജോയ് ചെയ്യാനുള്ള കാര്യവും നടന്നു, നമുക്ക് ചെയ്യേണ്ട വർക്കും കഴിഞ്ഞു. അല്ല നമ്മൾ ഫോൺ നോക്കിയ ശേഷമാണ് പഠിക്കാനിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഡോപ്പമൈൻ ഭയങ്കര കൂടി ആദ്യം ഫോൺ നോക്കിയപ്പം. പിന്നീട് പഠിക്കാനിരിക്കുന്ന സമയത്തോ നമുക്ക് പഠിക്കുന്നത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തോ അത് നമ്മൾ എൻജോയ് ചെയ്താലേ നമുക്ക് ഏതൊരു കാര്യവും കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. അപ്പം എങ്ങനെ എൻജോയബിൾ ആയിട്ടുള്ള പഠിക്കാം എന്നുള്ള ഒരു ടെക്നിക്കാണ് ഈ ഒരു ഡോപ്പമൈൻ ലോഡിങ് ടെക്നിക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു 7 ഡേയ്സ് ഇത് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കിയ ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായം പറയേണ്ടതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.